ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 100 മേനിയുടെ പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂൺ 28 ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത സുവിശേഷ ഭാഗം, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഒരുപാട് തവണ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഒരു വചനഭാഗത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. എന്നെ അനുഗമിക്കുക, കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക, സ്വന്തമായിട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഒരുവൻ ശ്രമിക്കുമ്പോൾ അവൻ നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പ്രതി ജീവിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്ന ആളുകൾ അനുഗ്രഹിക്കപ്പെടും എന്നെല്ലാം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ധ്യാനിക്കാം. സുവിശേഷത്തിൽ ഈ ഭാഗം പറയുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്ന ഈ ഭാഗം ശിഷ്യത്വത്തിൻ്റെ ത്യാഗം എന്താണ് എന്ന് പറയുന്നതാണ്. എന്നാൽ മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ സഹനത്തെക്കുറിച്ച് കുരിശെടുത്ത് തന്നെ അനുഗമിക്കുവാൻ വേണ്ടി ഈശോ പറയുന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് പത്രോസ് ഈശോയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഈശോ സഹനത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ പത്രോസ് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോയെ മാറ്റി അവനെ സഹനത്തിൻ്റെ വഴിയിൽ നിന്ന് സഹായിക്കുന്ന ഒരാളായിട്ട് അഭിനയിക്കുന്ന പത്രോസിനെ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ സഹനത്തെക്കുറിച്ച് പറയുന്നതോട് അനുബന്ധിച്ചാണ് ഈ ഒരു വാചകങ്ങൾ പറയുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് അനുദിനം കുരിശെടുത്ത് പിന്നാലെ വരട്ടെ എന്ന്. എല്ലാ ദിവസവും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നടക്കണമെന്നാണ് ഈ സുവിശേഷങ്ങളിൽ എല്ലാം പറഞ്ഞു വെക്കുന്നത്. വ്യർത്ഥമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഈശോയെ അനുഗമിക്കാമെന്ന് പറയുന്നവരാണോ നമ്മൾ? അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിൻ്റെ ശിഷ്യരെന്നാണ് ക്രിസ്ത്യാനികൾ അറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യരായിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാണോ? വ്യർത്ഥമായ വാഗ്ദാനങ്ങൾ നൽകിയാണോ നമ്മൾ ഈശോയെ അനുധാവനം ചെയ്യുന്നത്? ഒരിടത്ത് രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് 3 പെൺമക്കളാണ്. അതിൽ ഒന്നാമത്തെ ആളിൻ്റെ പേര് ഗോണറിൽ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് റീഗൽ എന്നും, മൂന്നാമത്തെ ആളുടെ പേര് കൊഡീലിയ എന്നുമാണ്. ഈ 3 മക്കളെയും രാജാവ് ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒടുവിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ഈ രാജകുമാരികളിൽ ആരാണ് തനിക്ക് ശേഷം പിൻഗാമിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിനു വേണ്ടി രാജാവ് ഇവരോട് ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ആദ്യത്തെ 2 മക്കളും പറഞ്ഞു, ഞങ്ങൾ ജീവനേക്കാൾ അധികമായിട്ട് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ മൂന്നാമത്തെ മകളായിട്ടുള്ള കൊഡീലിയ ഇപ്രകാരമാണ് പറയുന്നത്, ഏതൊരു പുത്രിയും പിതാവിനെ സ്നേഹിക്കുന്നുവോ അതുപോലെ ഞാൻ എൻ്റെ അച്ഛനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ ആദ്യം പറയുന്ന 2 പെൺമക്കളുടെയും വാക്കുകളിൽ സന്തുഷ്ടനായ രാജാവ് ഇളയ മകൾക്ക് സ്നേഹം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വത്തിൻ്റെ വലിയ ഭാഗമൊന്നും അവൾക്ക് കൊടുക്കാതെ അവളെ ഫ്രാൻസിലെ ഒരു രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തൻ്റെ രാജ്യം മുഴുവനായിട്ട് തൻ്റെ ആദ്യത്തെ 2 പെൺമക്കൾക്കും ഭാഗിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കുറേ നാൾ കഴിയുമ്പോൾ രാജാവിന് തൻ്റെ തെറ്റും മനസ്സിലാവുന്നു. കാരണം രാജാവിന്
പദവികൾ നഷ്ടമായി കഴിഞ്ഞപ്പോൾ മക്കള് രാജാവിനെ പരിഗണിക്കാതെയായി. ഈ രാജാവ് പിന്നീട് ഒരു ഭ്രാന്തനെ പോലെ തെരുവിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. ആളുകൾ നോക്കി പറയുന്നുണ്ട്, കരയുന്ന നിങ്ങളെ കാണാതെ ഞാൻ എൻ്റെ മക്കളെ മാത്രമേ കണ്ടിട്ടിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കെല്ലാം നഷ്ടമായി എന്ന്. തൻ്റെ പിതാവിൻ്റെ ഈ വലിയ പതനത്തിൽ സങ്കടം വരുന്ന ഇളയ മകള് ഒരു ചെറിയ പടയുമായിട്ട് തൻ്റെ സഹോദരിമാരിൽ നിന്ന് പിതാവിനെ രക്ഷിക്കാനായിട്ട് സ്വദേശത്തേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ അവൾ കൊല്ലപ്പെടുന്നു. പിതാവിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് അവൾ മരിക്കുമ്പോൾ പിതാവ് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ സ്നേഹം ഞാൻ കണ്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, വിശ്വസാഹിത്യത്തിൽ ഒരുപാട് വായിക്കപ്പെട്ടിട്ടുള്ള, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ ഒരു കഥയാണ് ഞാനിവിടെ വായിച്ചു കേട്ടത്. കിങ് ലിയർ എന്നാണ് ആ കഥയുടെ പേര്. നാടകരൂപത്തിലും മറ്റു സാഹിത്യ രൂപത്തിലും കിങ് ലിയർ പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ നിന്റെ സ്നേഹം ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന കിങ് ലിയറിൻ്റെ ആ അവസാന വാക്കുകൾ, മകളെ നോക്കിയുള്ള അവസാന വാക്കുകൾ പലപ്പോഴും ക്രൈസ്തവരായ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പറയേണ്ടതാണ്. കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി നമ്മൾ അവൻ്റെ പിന്നാലെ പോകുമ്പോൾ അനുദിനം കുരിശെടുത്ത് അനുഗമിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടാറുണ്ടോ? പ്രശസ്ത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അഗ്നി എന്നൊരു കവിതയുണ്ട്. അതിൽ കവി ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്, നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് ഭയം, നിന്റെ വഴി കുരിശിലേക്കാണ്. ഒരു പക്ഷേ ഇന്നത്തെ ശിഷ്യന്മാരോട് ഈശോ അനുഗമിക്കുവാൻ പറയുമ്പോൾ കുരിശിലേക്ക് തന്നെ അനുഗമിക്കുവാനാണ് അവിടുന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്നേക്കാൾ അധികമായിട്ട് മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കരുതെന്നാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. അതായത് അവർ വെറുക്കണമെന്നല്ല, മറിച്ച് തന്നേക്കാൾ അധികമായിട്ട്, ദൈവത്തെക്കാൾ അധികമായിട്ട് എന്തിനെയെല്ലാം നീ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവം നിന്നിൽ നിന്ന് അകലെയാണെന്ന് തിരിച്ചറിയുക. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ പറയുന്നത്. റോമാ സാമ്രാജ്യത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. ഒരാൾ തെറ്റുകാരനായി കണ്ടുപിടിച്ചാൽ അയാളെ ശിക്ഷിക്കാൻ വേണ്ടി കുരിശുമരണം കൊടുക്കുവാൻ വേണ്ടി റോമാ സാമ്രാജ്യത്തിൽ തീരുമാനമെടുത്താൽ ആ ഭാരമുള്ള കുരിശ് ആ തെറ്റുകാരൻ്റെ മേലെ കെട്ടിവെച്ചുകൊണ്ട് തന്നെ തറക്കാനുള്ള കുരിശുമായിട്ട് അയാൾ ദുർഘടമായ വഴിയിലൂടെ കുരിശ് എവിടെ നാട്ടുവാൻ ഭരണാധികാരികൾ തീരുമാനിച്ചിരിക്കുന്നുവോ അവിടെ വരെ പോകേണ്ടി വരും. അങ്ങനെ അപമാനത്തിൻ്റെയും സഹനത്തിൻ്റെയും വേദനയുടെയും മരണഭീതിയുടെയും കുരിശുമെന്നുകൊണ്ട് ഒരാൾ നടക്കുമ്പോഴുള്ള ആ ഒരു യാത്ര എത്രയോ ഭയാനകമായിരിക്കും. ഈശോ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്, നീ കുരിശിൻ നീ ചുമക്കുന്ന കുരിശ് നിന്റെ സഹനത്തിൻ്റെ, നിന്റെ വേദനയുടെ, നിന്റെ മരണത്തിൻ്റെ, അപമാനത്തിൻ്റെ കുരിശാണ്. അത് ചുമന്നുകൊണ്ട് നീ എൻ്റെ പിന്നാലെ വരിക എന്നാണ് ഈശോ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈശോ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ കുരിശ് എടുത്ത് അനുഗമിക്കുന്ന എല്ലാവർക്കും, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും എത്രയോ വലിയ മഹത്വമാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് കാണാതെ നമ്മൾ പോകരുത്. അതുകൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാരിൽ ആർക്കെങ്കിലും ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും അതിന് ഒരു വലിയ പ്രതിഫലം ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. ഈ സഹനത്തിൻ്റെ യാത്രയിൽ എപ്പോഴെങ്കിലും ക്രിസ്തുവിനെ പറ്റിച്ചുകൊണ്ട് അവൻ്റെ അനുയായികളായി പിന്നാലെ പോകുന്നവരാണോ നമ്മൾ? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കുരിശിൻ്റെ വഴി എന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ഇപ്രകാരം 2 വരികളുണ്ട്. കുരിശെടുക്കാതെ കുസൃതി പറയുന്ന കപടഭക്തരെ കണ്ട് ക്രിസ്തു കരയുന്നു. കുരിശെടുക്കാതെ കുസൃതി പറയുന്ന കപടഭക്തരെ കണ്ട് ക്രിസ്തു കരയുന്നു. എന്നിട്ട് കവി കൂട്ടിച്ചേർക്കുകയാണ്, ചോര പൊടിയുന്ന കാൽപ്പാടുകളില്ലാതെ ആർക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക സാധ്യമല്ല എന്ന്. പ്രിയമുള്ളവരെ, സഹനത്തിൻ്റെ വഴികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും ആ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ആ കുരിശിനെ പുലുകുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.